പല സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സോമനും ജയനും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ചാണ്. ഇതിന് മുൻപ് ഞാൻ സോമനും സുകുമാരനും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സോമനും ജയനും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അധികം അറിയില്ല, കുറച്ച് സിനിമകളിലുണ്ടെന്ന് എല്ലാവരും ധാരണ. 10-30 സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറിൻ്റെ പടത്തിൽ ഇവരുണ്ടാവും, രണ്ടുപേരും ചെറിയ ചെറിയ റോളിലുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. സോമനും ജയനും ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ പിക് പോക്കറ്റിലാണ്. അതിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് ജയനും ആൻജിനായിട്ട് സോമൻ ഈക്വൽ റോളിലാണ് രണ്ടുപേരും. പിന്നെ അമൃതവാഹിനിയിൽ നസീർ സാറിൻ്റെ പടത്തിൽ തന്നെ നസീർ സാറിൻ്റെ ചേട്ടനായിട്ട് ജയനും ഒരു വില്ലൻ കഥാപാത്രമായിട്ട് സോമൻ. പിന്നെ മകം പിറന്ന മങ്ക, അതിൽ സോമേട്ടൻ നായകനും ജയൻ ഉപനായകനും. പക്ഷെ നായകനാകും ജയൻ. അതിലൊരു പാട്ടുണ്ട്, ആശ്രമ മംഗല്യ ദീപമേ ആനന്ദലാവണ്യ പുഷ്പമേ എൻ പർണശാലയിലിന്നും നിൻ പാദനിസ്വനങ്ങൾ ദേവി കാതോർത്തു നിൽപ്പും ഞാൻ എന്നുള്ള പാട്ട്. പിന്നെ ഇവരെ ഒരുമിച്ച് അഭിനയിച്ച ഉല്ലാസയാത്ര, അതിൽ രവികുമാറാണ് നായകൻ, സോമൻ ഉപനായകനും ജയൻ വില്ലനും. അധിക പടത്തിലും സോമൻ 98% പടത്തിലും സോമനാണ് പിന്നെ മുൻതൂക്കം. പിന്നെ ഈ ചെറിയ ഏതോ അമൃതവാഹിനിയിൽ മാത്രമാണ് ജയന് മുൻതൂക്കം ഉള്ളത്, സോമനാക്കാണ്. ബാക്കി എല്ലാ പടത്തും സോമനാണ് മുൻതൂക്കവും. ടൈറ്റിൽ കാർഡിൽ സോമൻ്റെ താഴെ ജയൻ്റെ പേരുണ്ടാവും. മാത്രമല്ല റോള് കൂടുതലും സോമനായിരിക്കും. പിന്നെ അഗ്നിപുഷ്പം JC-യുടെ പടത്തിൽ, കമലഹാസൻ്റെ പടമാണ്. അതിൽ സുധീർ ഉപനായകനായിട്ട്, പിന്നെ സോമ ഒരു പ്രധാന കഥാപാത്രം പൈരന്തുവാസ്, കമലഹാസനേക്കാളും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം അതിൽ JC-ൻ്റെ പടം. ജയ 2-3 സീനിലേ ഉള്ളൂ പോലീസ് ഓഫീസറായിട്ട്. പിന്നെ അവകാശം AV രാജിൻ്റെ, അത് സോമനും വിൻസെൻറ്റുമാണ് നായകന്മാർ. ജയ ഈ പറഞ്ഞ 2-3 സീന് പോലീസ് ഓഫീസറായിട്ട് ജോസ് പ്രകാശിൻ്റെ കൂട്ടുകാരനായിട്ട്. പിന്നെ അഞ്ജലിയിൽ നസീർ സാറിൻ്റെ, അതിൽ നസീർ സാറിൻ്റെ ഉപനായകനായിട്ട് സോമനാണ്. ജയൻ ചെറിയ വേഷത്തിൽ, പക്ഷെ ജയനൊരു പാട്ടുണ്ട് ഇതിൽ, നല്ലൊരു പാട്ട്. ജനുവരി രാവിൽ എൻ മലർവനിയിൽ വിടരൂ സോമലതേ പുൽകി പടരൂ പ്രേമലതേ എന്നുള്ള പാട്ട്. നല്ല പാട്ടാണ്, ഉഗ്രപാട്ടാണ്. പിന്നെ അനുഭൂതികളുടെ നിമിഷം, സോമനും ശാരദയും നായകന്മാർ, ജയനും സീമയും ഉപനായകനും. അതിൽ സോമേട്ടൻ 2 ഉഗ്രം പാട്ടുണ്ട്. മന്ദഹാസ മധുരതലങ്ങൾ മലരമ്പായി മന്മഥൻ്റെ മനോരഥത്തിൽ തോരണമായി എന്നുള്ള പാട്ട്. പിന്നെ ഉറക്കുപാട്ടിനോടുത്തു കൊട്ടി ഓമന പൂന്തിങ്കൾ ഉറങ്ങും കാമുകി രജനീഗന്ധി എന്നുള്ള പാട്ട്. നല്ല പാട്ട്, ട്രെയിനിൽ പാടുന്ന പാട്ട്. അത് P. ചന്ദ്രകുമാറിൻ്റെ പാടാണ്. പിന്നെ ഹേമന്ത രാത്രി രാജശേഖരൻ്റെ, സോമേട്ടൻ നായകനും ജയൻ വില്ലനായിട്ട്. പിന്നെ മറ്റൊരു കാരണം സോമനും രവികുമാർ നായകന്മാർ, ശശികുമാറിൻ്റെ പടം ജയൻ വില്ലനായിട്ട്. പിന്നെ ഒരു പടമാണ് ഓർമ്മകൾ മരിക്കുമോ, K. സേതുമാധവൻ്റെ, കമലഹാസൻ നായകൻ, സോമനും ജയനും ഈക്വൽ റോളിൽ. പിന്നെ കൽപ്പവൃക്ഷം നസീർ സാറിൻ്റെ, അതിൽ സോമൻ ഉപനായകനും പിന്നെ ജയൻ വില്ലനും. പിന്നെ രണ്ട് ലോകത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ സോമൻ ഉപനായകൻ, ജയൻ വില്ലനായിട്ട്. ഇതിൽ ഫൈറ്റ് സീന് വരുമ്പോൾ ജയനും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സോമന് വലിയ മുൻതൂക്കമാണ്. അതായത് 2-3 അടിക്ക് ജയനെ അടിച്ചിട്ട് അളിയും സോമൻ. അങ്ങനെയുള്ള സീനിലാണ്. 2 ലോകത്തിലെല്ലാം ഒന്ന് പ്രതിരോധിക്കാൻ പോലും ഇടം കൊടുക്കൂല ജയൻ. ഒരടി അടിക്കുമ്പോൾ തന്നെ സോമ 2-3 അടി അടിച്ചാൽ അവിടെ പിന്നെ മുണ്ടും മടക്കി കുത്തിയിട്ട് നടക്കല ജയൻ. അങ്ങനെയുള്ള സീനാണ് അധിക പടത്തിൽ. സോമന് മുൻതൂക്കം കൊടുക്കും ഫൈറ്റ് സീനിൽ. പിന്നെ ഇവർ ഒരുമിച്ച് അഭിനയിച്ച പടമാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ നസീർ സാറിൻ്റെ പടം. അതിൽ സോമൻ ഉപനായകൻ, ജയൻ വില്ലനായിട്ട്. പിന്നെ കാത്തിരുന്ന നിമിഷം കമലഹാസൻ്റെ പടത്തിൽ, സോമൻ ഉപനായകൻ, ജയൻ വില്ലൻ. പിന്നെ ആശീർവാദം IV ശശിൻ്റെ, അതിൽ കമലഹാസൻ നായകൻ, സോമൻ ഉപനായകൻ, ജയൻ വില്ലൻ. പിന്നെ ഇതാ ഇവിടെ വരെ സോമേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് ഫിലിം, അതിൽ ജയൻ ഒരു ഗസ്റ്റ് റോളുണ്ട്, മറ്റേ ഈ തോണി കഴിഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടും.
പിന്നെ ലിസയിൽ ഗസ്റ്റ് റോളിൽ സോമേട്ടനുണ്ട്. അതിൽ നസീർ സാറിൻ്റെ പടത്തിൽ ഗസ്റ്റ് റോളിൽ. അതിൽ ജയനാന്ന് ഉപനായകൻ, രവികുമാർ ഉപനായകൻ. അതിൽ സോമേട്ടൻ ചെറിയ ജോസ് പ്രാശിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട്. അതിന് അതിഥിതാരെന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് സോമൻ. പിന്നെ കൈവഴികൾ പിരിയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാൾ ഒരുമിച്ച് അഭിനയിച്ച പടമാണ്. അത് റിലീസ് ചെയ്തിട്ടില്ല, പിന്നെ റിലീസ് ചെയ്യാത്ത പടമാണ്. അതിൽ സോമനാണ് നായകൻ. അതിൽ പത്രത്തിലെല്ലാം അന്നത്തെ ഫിലിം മാഗസിനിലും പറഞ്ഞു സോമൻ നായകനായിരുന്ന പടം പറഞ്ഞു. നായകൻ സോമൻ എന്ന് പറഞ്ഞ അതിലുണ്ടായിരുന്നു. ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന സോമൻ. പിന്നെ അത് കൂടാതെ മറ്റു നടന്മാരുടെ പേര് കൊടുക്കുമ്പോൾ അതിൽ ജയനുണ്ട്. പിന്നെ അതിന് ശേഷം ജയൻ നായകനായല്ലോ. നായകന് ശേഷവും പിന്നെയും സോമൻ്റെ പടത്തിൽ പിന്നെ ഉപനായകനായിട്ട് ജയൻ അഭിനയിച്ച് സായി വിജയത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ജയൻ നായകനായിട്ട് അഭിനയിക്കുക. അതൊരു സ്വപ്നം ഇതെല്ലാം വന്ന സമയമാണ്, അതെല്ലാം കഴിഞ്ഞ സമയമാണ്. പിന്നെ ചുവന്ന ചിറകുകൾ, അത് ശരപഞ്ചാരത്തിന് ശേഷം വന്ന പടമാണ്. അതിലും സോമനാ നായകൻ. നല്ല പാട്ടുണ്ട് സോമേട്ടൻ, 2 പാട്ട് സലീൽ ചൗധരിൻ്റെ. നീയൊരോമൽ കാവ്യ ചിത്രം പോലെ എന്നുള്ള പാട്ട്. പിന്നെ ഒരു പാട്ട് പറന്നു പോയി നീ അകലെ വിടർന്ന ചിറകുമായി പറന്നകന്നു. ശർമിള ടാഗോറാണ് എന്നെ സോമേട്ടൻ്റെ നായികയിൽ, ഇന്ത്യൻ നടി ഫേമസ്. രാജേഷ് ഖന്നൻ്റെ കൂടെ അഭിനയിക്കുന്ന ശർമിള ടാഗോർ. അത് സോമൻ്റെ നായികയായിട്ട് അഭിനയിച്ച ചുവന്ന ചിറകുകൾ. പിന്നെ ഇവർ ഒരുമിച്ച് അഭിനയിച്ച പടം ഇവിടെ കാറ്റിൻ്റെ സുഗന്ധം. അതിൽ ജയൻ നായകനും സോമൻ ഉപനായകനെന്ന് ഇപ്പം പറയുന്ന കുറേ ആൾക്കാരുണ്ട് യൂട്യൂബിൽ. അതിൽ ജയനാ നായകൻ. അതിൻ്റെ കഥാ തിരക്കഥ കലൂർ ഡെന്നീസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അടുത്തുള്ള കാലത്തുണ്ടായിരുന്നു. അതിൽ അവതാരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജയൻ നായകനായ പടത്തിൽ കഥ എഴുതിയിട്ടില്ല, ഇവിടെ കാറ്റിൻ്റെ സുഗന്ധം. കലൂർ ഡെന്നീസ് പറഞ്ഞു അതിൽ ജയനല്ല നായകൻ, സോമനാ നായകൻ. കലൂർ ഡെന്നീസിന് കഥ എഴുതിയാൾ വരുന്നതിൽ സോമനാ നായകൻ. അത് സോമൻ നല്ല പാട്ടുണ്ട്. നിറദീപനാളങ്ങൾ നർത്തനം ചെയ്യുമീ എന്ന് പറഞ്ഞൊരു പാട്ട്. സോമൻ്റെ 2 പാട്ടുണ്ട്, വേറെ ഒരു പാട്ടുണ്ട്. അത് ഇവിടെ കാറ്റിൻ്റെ സുഗന്ധത്തിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ച പാടം. പക്ഷേ ജയനും തുല്യ റോളിൽ തന്നെ ഉണ്ട് അതിൽ, ഇവിടെ കാറ്റിൻ്റെ സുഗന്ധത്തിൽ. പക്ഷേ കലൂർ ഡെന്നീസ് വരുന്നതിൽ സോമനാ നായകൻ എന്നാണ് പറയുന്നത്. അത് അന്നത്തെ കാലത്ത് സോമൻ നായകനായിട്ടൊന്ന് ഇറങ്ങിയത് മതി. പക്ഷേ ഇന്ന് പറയുന്നത് ഇപ്പോൾ ജയൻ നായകൻ എന്നാണ് പറയുന്നത്. നമ്മളിൽ ചെറുപ്പത്തിൽ കണ്ടത് സോമൻ നായകൻ എന്ന് പറഞ്ഞാൽ അത് പത്രത്തിലെല്ലാം ഉണ്ടായത്. സോമൻ്റെ പടം എന്നാണ് കാണുന്നത്. പിന്നെ അതിന് ശേഷം വന്ന കോളിളക്കും, അതിൽ ഈക്വൽ റോളാണ് 3 പേർക്കും. ജയൻ, സോമൻ, സുമാർ, ജയൻ 4 പേർക്ക്. മധു, അത് ഹിന്ദിയിൽ ഭക്ത് എന്ന് പറഞ്ഞ പടമാണ്. അത് സുനിൽ ദത്തിൻ്റെ റോളിലാണ് സോമൻ. ഭക്തിൽ സുനിൽ ദത്താണ് ശരിക്കായി ഹീറോ. ആ റോള് മലയാളത്തിൽ സോമനാണ് അഭിനയിച്ചത്. പിന്നെ രാജ്കുമാറിൻ്റെ റോളിൽ ജയൻ, പിന്നെ സുകുമാര ശശി കപൂറിൻ്റെ റോളിൽ, പിന്നെ ബൽരാജ് സലാനിൻ്റെ റോളിൽ മധു. ഇതെല്ലാം സോമനും ജയനും ഒരുമിച്ച് അഭിനയിച്ച പടങ്ങൾ. കുറേ 10-30 പടത്തിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്.